വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. അമ്മ എവിടെ? അന്ന് വന്ന ചേച്ചി ചേച്ചി എവിടെ? ചേച്ചി ഇന്ന് അമ്മ വന്നിട്ടില്ല. എന്ത് പറ്റി? ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളൂ ഇന്ന്. ആണോ? ശരി, ഇവര് വന്ന് അന്വേഷണം പറയണം. തീർച്ചയായിട്ടും പറയാം. ഇവര് വന്ന് സ്കിറ്റ് ഒക്കെ ചെയ്ത് പോയതിന് ശേഷം നോക്കാലോ അല്ലെ? അതിനുശേഷം വേറെ ആൾക്കാരെ എൻട്രി എന്നുള്ള സ്കിറ്റ് ഒക്കെ പഠിച്ചു വന്നിട്ട് മനസ്സിൽ കയറ്റി വെച്ചു. അവിടെ ഉണ്ടല്ലോ അല്ലേ? സേഫ് ആയിട്ടുണ്ടല്ലോ. അപ്പം ശശി മാമനും രവീന്ദ്ര മാമനുമാണ് ഇന്ന് പെർഫോം ചെയ്യാൻ എത്തുന്നത്. അതെ, അവിടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ 916 കുഞ്ഞൂട്ടൻ മൂവി. എല്ലാരും അറിയാം. ടിനി ചേട്ടനുണ്ട്, അജി, ശശി, രവി എന്ന് പറഞ്ഞ പോലെ തന്നെ. ഒന്ന് തൊടാവോ? കെട്ടിപ്പിടിക്കാം. പക്രു ചേട്ടനെ തൊടണോ? പിന്നെ എന്നായാലും പായോ പക്രു ചേട്ടനെ തൊടാൻ പോവാ. എന്നെ തൊട്ടോ, ഷോക്ക് അടിക്കൊന്നുമില്ല. ഇവനെ മാത്രം തൊട്ടിട്ട് പോണേ. കഴിഞ്ഞോട്ടെ, എല്ലാരും ഇവിടെ രണ്ടുപേരും കൊതിച്ചിരിക്കുന്നു. ഒന്ന് തൊടാൻ സമ്മതിച്ചില്ല, കിട്ടൂല, അങ്ങനെ കിട്ടൂല. പ്രിയ സുഹൃത്തുക്കളെ, പരിപാടി കഴിഞ്ഞവൻ തൊട്ടോളാന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ആരും ഇതിന് അടി ഉണ്ടാക്കരുത്. ശശിയണ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്കിറ്റ് കഴിഞ്ഞ് എല്ലാരും വന്ന് തൊടാന്ന്. നെറ്റിങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ തിരിച്ചുപോയി. ബാറ്ററി ഓൺ ആക്കട്ടെ. ബാറ്ററി അവിടെ 2 ബാറ്ററി ഉണ്ട്. ഞങ്ങളുടെ ബാറ്ററി ഓൺ ആയിക്കോട്ടെ. ഞങ്ങളുടെ ബാറ്ററി ഓൺ ആവട്ടെ. ബാറ്ററി ഓൺ ആയിരിക്കാണ്. ഇനി ഒന്നുമില്ല, അങ്ങ് പൊളിക്കാം, അടിച്ചു പൊളിക്കാം. അങ്ങ് തുടങ്ങിക്കോ. ഒന്ന് കൈ വെച്ചേക്കോട്ട്. ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. കൊള്ളാം. പുല്ലൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് കേറി വാ. കഞ്ഞിയോ കാടിയോ പിണ്ണാക്കോ എന്തും ആവട്ടെ, എല്ലാം എന്റെ ചെലവ്. നിങ്ങൾ കേറി വാ. ഒന്ന് നോക്കിയേ, എന്ത് സുഖജീവിതം അല്ലേ? വെള്ളത്തിൽ കിടക്കുക, തിന്നുക, അപ്പിയിടുക. എന്നാലും ഇതുപോലെ തീറ്റപ്പണ്ടാരത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്നലെ എന്റെ ഭാര്യയുടെ സാരി എടുത്ത് നീ ഇരുന്നായിരുന്നോ? അതും പറഞ്ഞ അവള് പിണങ്ങിപ്പോയി. പിന്നെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായോണ്ട് ഞാൻ നിന്നെ തല്ലിയില്ല. നീ വിഷമിനെ കൊണ്ട് ഞാൻ ബോധനെ വിപ്പിച്ചോളാം. നീ ഫോൺ വെച്ചേ. എന്തിനാ ശശി ഒരു വല്ലായ്മ? വല്ലാത്ത ചുമ, തീരെ വയ്യ. ബീഡി ഉണ്ടോന്ന് വരാൻ. ബീഡി എന്റെ പട്ടി വലിക്കും. അതാണ് നിന്റെ പട്ടിയുടെ കാവള് കുഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്നെ കാര്യം. 1-2 കാര്യമുണ്ട്. മാറി നിൽക്കണം. ആളുകൾ പോകുന്ന വഴിക്കാണ് 1-2 സാധിക്കുന്നേ. മണ്ടുകുണാശ, ഞാനേ നിന്റെ ഭാര്യയില്ലേ, എന്റെ സഹോദരി, അവിടെ കാര്യം തീരുമാനിക്കാണെന്ന്. ദൈവമേ, ഡേറ്റ് കഴിഞ്ഞ ബിസ്ക്കറ്റ് കഴിക്കാനും ആളുണ്ടോ? ബോസിനെ ഇഷ്ടമല്ല. ശരിയാ, അവൾക്ക് പോത്തിന് ഇഷ്ടമല്ല. അതാ അവളവിടെ നിന്നിട്ട് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. എന്റെ അച്ഛൻ ഇല്ലാത്ത ഭാഗ്യം. ശ്വേതമോളെ, കേട്ടോ പറഞ്ഞത്? അച്ഛനില്ലാത്തത് ഭാഗ്യം. തന്തയില്ലായ്മ ഭാഗ്യമായിട്ട് കൊണ്ടു നടക്കുന്നതിനെ ഞാൻ ആദ്യമായിട്ടാണ്. പോത്ത് കുറി വെച്ചിരിക്കുന്ന നീ കണ്ടോ നീ? എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ വെച്ചേക്കത്തില്ലായിരുന്നു, മൊത്തം അയാൾ തിന്നുമായിരുന്നു. എടാ, ഒരു പോത്തിനെ വളർത്തുന്നതിന്റെ സുഖം നിനക്കറിയാൻ പാടില്ല. ഇവന്റെ മുന്നിൽ ദിവസവും ഞാൻ പാട്ടുപാടി കൊടുക്കും, കഥകൾ പറഞ്ഞു കൊടുക്കും. മറുത്തൊരക്ഷരം പറയാതെ അവൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കും. എടാ, വെറുതെ ആണോ അതിന് പോത്ത് എന്ന് പേരിട്ട്? എന്റെ മൂക്കിട്ട് അതിനെ മിണ്ടാപ്രാണിയെ ദേവോദ്രം ചെയ്യുമല്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെ പോത്തിനെ മൂത്ത് ഞാൻ നിക്കർ വാങ്ങിയിട്ട് കൊടുക്കാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, ഇപ്പഴാ ഞാൻ ഓർത്ത പോത്തിന് വയറിളക്കാൻ മരുന്ന് കൊടുത്തില്ല. പോത്തിന് വയറിള അതെന്തിനാ? സമയം പോകാൻ. ഞാൻ ചുമ്മാ ഇരിക്കും, വയറിളക്കി മാറ്റിട്ട് അവിടെ തല ഫിറ്റ് ചെയ്യും. പോടാ, ദേഷ്യം പിടിപ്പിക്കാതെ. പോത്ത് ബിസിനസ് പറ്റത്തില്ല. അങ്ങോട്ടൊന്ന് മാറിയേ. എന്നെ കൊണ്ട് ഈ പോത്ത് ബിസിനസ്
പറ്റും ആ. പറ്റും അതിനെന്നാ തെളിവാ? എടാ 36 കൊല്ലം നിന്റെ പെങ്ങളെ നോക്കാമെങ്കിൽ കുട്ടിയകലിനെ പോലുള്ള ഈ പൂത്തിനെ നോക്കാൻ പുളിയൻ പോടാ പോടാ. ഇത് ഇല്ലല്ല ഇതിന്റെ നമ്മള് 100 കൊടുക്കണം 100 ഈ കൊടുക്കണം ലാസ്റ്റത്തെ പഞ്ച് ഡയലോഗ് നമ്മളുടെ ഈ വേദിയിൽ വന്ന ഏറ്റവും ചെറുപ്പക്കാര് കണ്ടസ്റ്റന്റ് ആണ്. ഇത് വലിയൊരു കയ്യടി. ആദ്യമായിട്ടാണ് അഭിനയിക്കണത്. അതെ ആദ്യമായിട്ടാണ് ഒരു വേദി, അത് നേരെ ഡയറക്ട്ലി കോമ്പറ്റീഷനിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതിന് വലിയൊരു കയ്യടി. ശശേന നിങ്ങൾ രണ്ടുപേരും രവിയണ്ണനാണെങ്കിലും കിഡിലുമായിട്ടാ ചെയ്തത്. ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സംഭവം മനസ്സിലായില്ല. ആ ലാസ്റ്റ് പറഞ്ഞ നിങ്ങളുടെ ആ കൗണ്ടർ ഉണ്ടല്ലോ, അതാണ് ഭയങ്കര ഇഷ്ടമായി. അതായിരുന്നു ഏറ്റവും കിടിലോ. പക്രു ചേട്ടാ, ടിനി ചേട്ടാ, നമ്മളുടെ രവി ചേട്ടനില്ലേ, കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലർ ആണ് ഇന്നും. അതാണ് ഇപ്പോഴും വളരെ സന്തോഷമായിട്ട് ഉച്ചക്ക് ഈ പ്രായത്തിലും കളിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോയാലോ എന്നാ? ഓ. ശരി, ജീം ബൂം ബാ എന്ന് പറയണം. എങ്ങനെ പറയും? ജീം ബൂം ബാ. ആ, അത് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറും കേട്ടോ. പറയണേ, 1 2 3 ഗോ. ജീം ബൂം ബാ. നോക്കി, ഗ്രാമത്തിൽ നിന്ന് പോയി നമ്മൾ കോമഡി മാസ്റ്റേഴ്സിൽ വന്നു. ഇത് നമ്മളെ പോത്തും പോയ പോത്തിനെ വേണമായിരുന്നോ? പോത്ത് അവന് മോളെ, മോളെ ഡയനെ. അയ്യോ എന്റെ അമ്മാവ, ഞാൻ എലീനയായിരുന്നു. പണ്ട് മുതിർന്ന ഒരു ചൊല്ലും, ആ, കന്നിന്റെ കൂട്ടത്തിലേ ചേരും. ചേരൂ. പോത്ത് പോയപ്പോഴും പോത്തിന്റെ പുറകെ നടക്കും. എന്തായാലും നിങ്ങളുടെ ഈ പോത്തിന്റെ കച്ചവടവും ഈ ബിസിനസ്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ടേ? നമുക്ക് ശ്വേതമോളോട് ചോദിക്കണ്ടേ? ശ്വേതമോളെ, ഒരുപാട് സന്തോഷം നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന്. അത് ഡയറക്ട്ലി കോമ്പറ്റീഷൻ, ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർബായിട്ട് രണ്ടുപേരും ഡയലോഗ് ഓർത്ത് കറക്റ്റ് സമയത്ത് കൗണ്ടർ പറയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവർക്കും ഒന്നും പറ്റൂല. നമ്മൾ എല്ലാവരും എത്രയോ സ്റ്റേജസ് ചെയ്താലും നമ്മളെല്ലാവരും തെറ്റ് ചെയ്യണത്. പക്ഷെ നിങ്ങളെല്ലാം കൗണ്ടേഴ്സ് അതിൻ്റെതായ സമയത്ത് നിങ്ങൾ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ചാർജ് എത്രയാ കേറിയെന്ന്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അവരോടും കൂടെ ചോദിക്കാം, നമ്മുടെ 916 കുഞ്ഞുട്ടൻ ടീമിനോടും കൂടി. ടിനി ചേട്ടാ, രവിമോനെ, ശശിമോനെ, ശ്വേതാമേനോനെ, നിങ്ങള് വർത്താനമാണ് അല്ലേ? അതെ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ആ, അല്ല, നിങ്ങള് അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടാ. അതിന് ആദ്യം ആ ഗ്രൂമേഴ്സ് ആരാന്ന് അറിഞ്ഞാൽ, കാരണം ഇത്രയും കഴിവ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അവരെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഒന്ന് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഗ്രൂമേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇവരെ വേദിയിൽ എത്തിച്ച് ഒരു കൈ കൊടുത്താലാണല്ലോ ഇവർക്കൊക്കെ ഒരു അവസരം കിട്ടുന്നത്. അതെ അതെ. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ അംഗമാവണമെന്ന് തന്നെ എനിക്ക് പറയുന്നത്. സ്ഥിരം, കാരണം ഈ ആൾക്കാര് കിടക്കുവാ. അയ്യോ, ഇപ്പഴല്ല, സമയമുണ്ട്. അല്ല, ആൾക്കാർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ല, ഇത്രയും പെട്ടെന്ന് കിടക്കാൻ ഇവന് പോലും പറ്റൂല. അത്ര ടൈമിങ്ങാ, ഭയങ്കര ഫാസ്റ്റാ. അല്ല, ഇവര് ടൈമിങ്, ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ ടൈമിങ് അസാധ്യമാണ് ഇവര്. അതുപോലെ തന്നെ അല്ലേ ആൾക്കാർ വെയിറ്റ് ചെയ്യും. കാരണം കൊതിപ്പിച്ചിട്ടാണ് ഇവർ നിർത്തുന്നത്. അതൊന്നും വീട്ടാണ്ട് വളരെ ക്രിസ്പായിട്ട് ചെയ്തിട്ട് നമുക്ക് ഇനിയും കാണാന്ന് തോന്നണം എന്തെങ്കിലുമൊക്കെ. നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞാൽ അതിന് ചിരിക്കാനുള്ള സംഭവം ഉണ്ടാവും. ഹാപ്പി ആയില്ലേ? ഹാപ്പിയോ? ഓ, മൊത്തം ഹാപ്പിയാ. അയ്യോ, എൻ്റെ അമ്മേ. പോകത്തില്ല. നൈസ് നൈസ് നൈസ്. ഒരു കാര്യം ചെയ്യാവേ, നമുക്ക് ഈ ബാറ്ററിയുടെ എത്ര കേറി എന്നുള്ള കാര്യത്തിന് മുമ്പേ ഈ സന്തോഷത്തിന് നമുക്കൊരു ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ? 2 വരി പാട്ട് പാടാം. ആരാ പാടുന്നേ? എന്റെ കൂട്ടിൽ താളം അടിച്ചോണം അല്ലേ? ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ, ഉമ്മാന്റെ പൊരുളെ, മുത്താണു നീ നമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് എല്ലാരും പാടും. ആ, ഇക്കാന്റെ കരളെ, ഉമ്മാന്റെ പൊരുളെ, മുത്താണ് നീ നമ്മക്ക്. മുത്താണ് നീ നമുക്ക്. മുത്താര മുത്താര പറ, മുത്താര. ഞാൻ മുത്തിന് എവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പോയാ മതി. ഞാൻ മുത്താര മുത്ത മൊത്തത്തിൽ
ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ 2 മുത്തുകൾക്ക് ഞാൻ ഇവിടുന്ന് 2 മുത്തുമണികളെ തരട്ടെയോ ഡാൻസ് കളിക്കാൻ? ഞാനല്ല വേറെയാ. ആ എന്നാ ഓക്കെ. അന്ന് 916 കുഞ്ഞൂട്ടലില് 916 പോലെ 2 മുത്തുമണികളുണ്ട്. ദേ നോക്കിയേ, സാധികയും നീയും നല്ല പിള്ളേരാ. ഒന്നും ബാ, ഞങ്ങളെ ഇഷ്ടായില്ല പിന്നെ അങ്ങനെയൊന്നും അയ്യോ ആ കണ്ടുപിടിച്ചില്ല നീ. പായോ ഇങ്ങോട്ട്. ചെല്ലേ. മക്കളെ പറ്റിപ്പോയതല്ല, ഈ കുഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇത് ഇവിടുന്ന് എടുത്തോണ്ട് തരുന്നു. അങ്ങനെ പറ്റിപ്പോയോ? കയറിയെന്നോ ഇങ്ങോട്ട് ഡാൻസ് കളിച്ചോ. പിന്നെ അല്ല ഡാൻസ് ഞങ്ങള് കേട്ടോ ശരിയേട്ടാ കണ്ടാ കോരന് കുമ്പിളി തന്നെ കഞ്ഞി. ഇല്ല, നായകനായിട്ടുള്ള എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്ത്. മ്യൂസിക് വരട്ടെ, മ്യൂസിക്. അവിടെ 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 അപ്പുറത്ത് ഫ്രീ ആയി. സെറ്റ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി സന്തോഷായില്ലേ? എല്ലാ മുത്തുകളാവട്ടോ. പിന്നെ എണ്ണത്തിനെ എനിക്ക് രവിയേട്ടൻ സീരിയസ് ആയിട്ടാ. അല്ല എലിന, ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ മത്സരാർത്ഥികളില് ഇപ്പൊ കുറെ പേരൊക്കെ ഫാൻസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഫാൻസിനെ കംപ്ലീറ്റ് അവരൊന്നും മാത്രമല്ല, വേറെ പുതിയ കുറെ ഫാൻസിനെയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള പോളി മച്ചാൻസ്മാരാണ് ഇവർ രണ്ടുപേരും. അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന 2 പേരായി മാറും നിങ്ങൾ. ഈ ടീമിന് ഞാനൊരു പേര് അറിയാം, പോളി മച്ചാൻസ്. പോളി മച്ചാൻസ്. അപ്പൊ ഇനി മുതൽ നിങ്ങളെ അറിയപ്പെടുന്നത് പോളി മച്ചാൻസ് എന്നായിരിക്കും നിങ്ങളെ അറിയപ്പെടുന്നത്. ഓക്കെ. പൊളി ശശിയും പൊളി രവി. ശശിയോ മച്ചാന്ന് വിളിക്കാന്ന് പറഞ്ഞ പൊളി ശശി, പൊളി രവി. പേരിന്റെ പഞ്ച് കളഞ്ഞല്ലോടി. ഇവര് ഭയങ്കര സ്കിബിഡീസ് ആട്ടോ, ഭയങ്കര സ്കിബിഡീസ്. ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവരുടെ പൂക്കിയാ നീ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങും. ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ആ പൂക്കി ഫോട്ടോ ഒന്ന് എടുക്കാൻ തരും. ഒന്ന് ചിരിച്ചേ, നേരെ ചിരിച്ചേ. 2 സ്കിബിഡീസ് ഒരു പൂക്കി. ഓക്കെ. അല്ല പിന്നെ എന്റെ നായിക പോയേ. നീ ഒന്ന് മാറണായിട്ട് ഇടയ്ക്ക് താങ്ക് യു സോ മച്ച് സാധിക. താങ്ക് യു സോ ശരി. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ പെർഫോം ചെയ്ത ഇവർക്ക് എത്രത്തോളമാണ് റീചാർജ് ആക്കാൻ പറ്റിയെന്നുള്ളത് നോക്കാം. ഇവിടെ വെരി ഫസ്റ്റ് സ്റ്റേജ് ആണ്, കന്നി പെർഫോമൻസ് ആണ് ഇത്. അപ്പം ഇത് ഇവര് ആസ്വദിച്ചാണ് ചെയ്തത്. നമുക്ക് നോക്കാം എത്രയാണ് ഇവർക്ക് ലഭിച്ചതെന്നുള്ളത്. നമുക്ക് അവിടെ ഒരു ബാറ്ററിയിലാണ് പൈസ കാണുന്നത് കേട്ടോ. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഒരു ബാറ്ററി എത്രത്തോളം ചിരിച്ച് ചാർജ് ചെയ്തു എന്നുള്ളത്. എവിടെ നോക്കിയാൽ മതി. റോഡ് തിരിയണോ? ആ ഇച്ചിരി തിരിഞ്ഞാ മതി. പൈസയാ വരുന്നേ. 15,000 രൂപ. 15,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസിന് ലഭിച്ചത്. ആദ്യമായിട്ട് ചെയ്യുന്ന പെർഫോമൻസിന് ഇത്രയും പൈസ നേടാന്ന് പറയുന്നത് വളരെയധികം വലിയ കാര്യമാണ്. ഞാനല്ല ഇടുന്നേ, ശ്വേത ചേച്ചിയാ അതിട്ട് തരുന്നേ. അത് മാത്രല്ല എലീന, ഇവരെ 2 പേരെയും നമ്മുടെ 916 കുഞ്ഞൂട്ടന്റെ സിനിമയുടെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുക. ഞങ്ങളുടെ സിനിമയ്ക്ക് കേട്ടോ, അടിപൊളി സിനിമയ്ക്ക്. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് വേണം പോവാൻ വേണ്ടി കേട്ടോ, മറ്റേ അമ്മേനെ കൊണ്ട്.
ഞങ്ങളുടെ ജൂഹിച്ചവളെയും കൊണ്ട് ഞങ്ങൾ വരാം. അപ്പൊ ചേച്ചി ആ പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? അമൃത TV നിങ്ങൾക്ക് 15,000 നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ദൗത്യം എനിക്ക് തന്നിട്ടുണ്ട്. അക്കൗണ്ടിലെത്തി. മണിയടിച്ചു. നന്ദിയുണ്ടേ ആ അല്ലേ? അപ്പൊ Okay. സെറ്റായി. ഇനി അടിച്ചു പൊളിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത സ്കിറ്റ് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.